മെന്റലിസ്റ്റ് അരുൺ നമ്മളെ നാട്ടുകാരനാണല്ലേ, നമ്മളെ കുട്ടിയെന്ന് തന്നെ പറയാം. ഇവിടെ വന്നപ്പോ വിചാരിച്ചത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു അല്ലേ. ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം വേറൊരാള് അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനിലൂടെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ അരുൺ ഇന്ന് ഇവിടെ എത്ര പേര് ആദ്യം നിസാമ് കാക്ക, അത് കഴിഞ്ഞ് നമ്മളെ കൊച്ചുകുട്ടികള് എല്ലാവരും കൃത്യമായിട്ടല്ലേ അവര് ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം എഴുതി കൊണ്ടുവന്ന്, അദ്ദേഹം നേരത്തെ തന്നെ അത് സ്വപ്നത്തിൽ കണ്ട് മുൻകൂട്ടി കണ്ട് എഴുതി കൊണ്ടുവന്ന്. അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം നല്ലൊരു ഭാവിയുണ്ട്. നമ്മളെല്ലാരെയും കഠിനംകുളത്തുള്ള മുഴുവൻ ആൾക്കാരെയും, പ്രത്യേകിച്ച് നമ്മളെ ലൈബ്രറിയിലെ PYF ലൈബ്രറിയിലെ മുഴുവൻ ആൾക്കാരുടെയും പിന്തുണയും സപ്പോർട്ടും ഉണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു മെന്റലിസ്റ്റ് ആയിട്ട് മാറട്ടെ എന്ന് ഇതോടൊപ്പം തന്നെ ആശംസിച്ചുകൂടെ കൊള്ളും. ഇത്രയും വലിയ പരിപാടികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം നമ്മൾ ആ കണ്ണുകുളത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ ഫിഷൊക്കെ വിൽക്കുന്ന കടയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തിയായിട്ട് മാത്രമേ അറിയാമെന്നുള്ളതായിരുന്നു. ഇത്രയും വലിയൊരു മെന്റലിസ്റ്റും ചെയ്ത വ്യക്തിയാണെന്നുള്ള കാര്യം ആദ്യമായിട്ടാണ് അറിയുന്നത്. എനിക്ക് നല്ല ഭാവി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പായ വിശ്വാസമാണ്. അടിപൊളിയായ പരിപാടികൾ എല്ലാ കുട്ടികളെയൊക്കെ അങ്ങ് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നില്ലേ, അതുപോലെ നമ്മളെയൊക്കെ വലിയ ആൾക്കാരെ കൊച്ചുകുട്ടികളെയൊക്കെ നല്ല അതിഗംഭീരമായിട്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടു. അത്രയും നല്ല പരിപാടിയായിരുന്നു. നമ്മളെ കണ്ണുകുളത്തെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവും. എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു പരിപാടിയായിരുന്നു. മെന്റലിസം എന്ന് പറയുന്നത് യൂട്യൂബിൽ ഓരോ വീഡിയോകൾ കാണുമ്പോഴും അത് ഓൺ സ്റ്റേജിൽ നല്ല രീതിയിൽ കാണാനും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും ഈ പരിപാടിയിലൂടെ എല്ലാവർക്കും കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലൊരു പരിപാടിയായിരുന്നു. ഇനി നല്ലൊരു അവസരങ്ങൾ, പുതിയ അവസരങ്ങൾ അരുണിനെ തേടി എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു മെന്റലിസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിച്ച അരുണിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയാണ് അല്ലേ. അരുൺ പറയുക അരുണ് നമ്മുടെ അവസരം കൊടുത്തതാണ്. പക്ഷേ അരുണ് ഒരാളെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമായിട്ട് നമ്മൾ കാണും അല്ലേ. ഇനി അരുൺ അടുത്ത കുറെ കൺവേഴ്സൺ ട്രിക്സ് ആയിട്ട് ഇനി കൂടുതലും നമ്മളായിട്ട് വീണ്ടും സഹകരിക്കും അല്ലേ. അപ്പൊ നമുക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം. നന്ദി.